പരതപരമൈ യഥാ പ്രകാശോ നവിശ്യതേരവൗ ജ്യോതിസ്വഭാവേ പരമേശ്വരേ തഥാ വിശുദ്ധവിജ്ഞാനഘനെ രഘുത്തമേ വിദ്യാകഥം ച പരതപരമൈ ജ്യോതി സ്വഭാവേ രവൗ അപ്രകാശഃ യഥാ നതു വിദ്യതേ. തേജോരൂപനായ രവി അന്ധകാരം ഏതുവിധം അല്ലയോ തഥാ അപ്രകാരം വിശുദ്ധ വിജ്ഞാനഘനെ നിർവിശേഷമായ ആത്മാവിന്റെ അപരോക്ഷജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്നവന്. ഇതുവരെ പറഞ്ഞത് അജ്ഞാനിയുടെയാണ്. ഇപ്പോൾ പറയുന്നത് നിർവിശേഷമായ ആത്മാവിന്റെ അപരോക്ഷജ്ഞാനം. പ്രത്യക്ഷമല്ല, പരോക്ഷമല്ല, അപരോക്ഷം. പ്രത്യക്ഷം ഇന്ദ്രിയങ്ങളുടെയാണ്, പരോക്ഷം ഊഹത്തിന്റെയാണ്. ഊഹവുമല്ല, ഇന്ദ്രിയപരമായ അറിവുമല്ല. അപരോക്ഷമായ സാക്ഷാത് അപരോക്ഷം. തനിക്കറിയാം താൻ തന്നെയാണത് എന്ന് തനിക്കറിയാം. താൻ തന്നെയാണെങ്കിൽ അത് തനിക്ക് പ്രത്യക്ഷമല്ല. താൻ തന്നെ ആയതുകൊണ്ട് അത് ഊഹവുമല്ല. അതാണ് ഇതിന്റെ അകത്ത് ഗൂഢം. ആത്മാവ് അത് ഞാൻ അറിയുമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി. പ്രത്യക്ഷമായാൽ അത് ഇന്ദ്രിയമാണ്, ഇന്ദ്രിയപരമാണ്. ഇന്ദ്രിയപരമായാൽ അറിവല്ല. അതുകൊണ്ടാണ് യത് സാക്ഷാത് അപരോക്ഷം. സാക്ഷാത് അപരോക്ഷമായ എങ്ങനെ അറിയുന്നേ? വിശുദ്ധ വിജ്ഞാനഘനെ നിർവിശേഷമായ ആത്മാവിന്റെ അപരോക്ഷജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്നവനും ഞാൻ തന്നെയാണ് അതെന്ന് അനുഭൂതി ലഭിച്ചവനും പരതപരാത്മനി ഉത്കൃഷ്ടന്മാരിൽ വെച്ചും ഉത്കൃഷ്ടനായുമിരിക്കുന്ന രഘൂത്തമേ ശ്രീരാമനിൽ അവിദ്യ അജ്ഞാനം കഥം സ്യാത് എങ്ങനെ ഭവിക്കും? പാർവതിയുടെ 3 ചോദ്യങ്ങൾക്കുത്തരായി. ഒന്ന്, രാമൻ മറ്റുള്ളവരെ പോലെ അജ്ഞാനിയാണ്, കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്തപ്പോഴെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. സ്വമായയ, താൻ സൃഷ്ടിച്ച മായയിലാണ്, താൻ തന്നെയാണത് എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത്തതിൽ സാക്ഷാത് അപരോക്ഷജ്ഞാനത്തിലായ രാമന് എങ്ങനെയാണ് അജ്ഞാനം ഭവിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഭവിക്കുന്നില്ല, രാമൻ ശുദ്ധബോധമാകുന്നു എന്ന് പറയാം. യഥാ ഹി ചസ്നാ പ്രമദാഗൃഹാദികം വിനഷ്ടദൃഷ്ടർഭ്രമതീവ ദൃശ്യതേ തഥൈവ ദേഹേന്ദ്രിയകർത്തുരാത്മന കൃതം പരദ്യസ്യ ജനോ വിമുഹ്യതി. യഥാ ഹി ചാഷ്ണാ ഭ്രമദാഗൃഹാദികം വിനഷ്ടദൃഷ്ടർഭ്രമതീവ ദൃശ്യതേ തഥൈവ ദേഹേന്ദ്രിയകർത്തുരാത്മന കൃതം പരദ്യസ്യ ജനോ വിമുഹ്യതി. അപ്പോ ഇനി വിനഷ്ടദൃഷ്ടേ പ്രമദ അക്ഷ്ണ ഗൃഹാദികം ഭ്രമതീവ ദൃശ്യതേ ദേഹേന്ദ്രിയകർതു ആത്മനഃ കൃതം പരേ അദ്യസ്യ ജനഃ വിമുഹ്യതി തഥായേവ. ദൃഷ്ടിക്ക് ദോഷം സംഭവിച്ചിരിക്കുന്ന പുരുഷന്റെ, കണ്ണിന് ദോഷം വന്നിരിക്കുന്ന ഭ്രമിക്കുന്ന കണ്ണിനാൽ, ആ പുരുഷന്റെ ഭ്രമമുള്ള കണ്ണിനാൽ ഗൃഹം മുതലായത് ഭ്രമിക്കുന്നുവോ എന്ന് തോന്നുമാറ് ദൃശ്യതയെ കാണപ്പെടുന്നുവോ. ദേഹേന്ദ്രിയ കർത്തുഹു, ദേഹേന്ദ്രിയങ്ങളോട് ചേർന്ന് കർത്താവെന്ന് അഭിമാനിക്കുന്ന ആത്മനഃ, ആത്മാവിന്റെ അഹങ്കാരത്തിന്റെ കൃതം വ്യാപാരത്തെ പരേ പരനിൽ പരമാത്മാവിൽ അധ്യസ്യ ആരോപിച്ചിട്ട് ജനം മോഹിക്കുന്നുവോ തഥാ അപ്രകാരം തന്നെ. അപ്രകാരം തന്നെയാണ് രാമനിൽ ദോഷത്തെ കാണുന്നത്. എങ്ങനെയെന്നാൽ കണ്ണൊന്ന് കൈകൊണ്ട് തള്ളിപ്പിടിച്ചിട്ട് ചന്ദ്രനെ നോക്കിയാൽ യഥാർത്ഥത്തിലുള്ള ചന്ദ്രൻ കൂടാതെ 2 ചന്ദ്രനെ കാണും. ആകാശത്ത് ഒരു മീറ്റർ അകലത്തില് വേറെ
ഇതുപോലെ വിളങ്ങി നിൽക്കുന്ന ഒരു ചന്ദ്രനും ഇത്രയില്ലാത്ത ഒരു മങ്ങിയ ചന്ദ്രനും കാണും. ആദ്യം ഇരുന്ന സ്ഥലത്ത് ചന്ദ്രൻ കാണപ്പെടാതെയും ഇരിക്കും. ശ്രദ്ധിച്ചിട്ടില്ല? കാണപ്പെടാതെ ഇരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സാധനം. കാണപ്പെടുന്നത് തന്റെ കണ്ണിന്റെ തെറ്റായ ദൃഷ്ടി കൊണ്ട് കാണുന്നത്. അതുപോലെ തന്നെ കണ്ണിന്റെ തെറ്റായ ദൃഷ്ടി കൊണ്ട്, ദൃഷ്ടിദൂഷ്യം കൊണ്ട് ഗൃഹം മുതലായത് ഭ്രമിക്കുന്ന പോലെ പോകും. വെർട്ടിഗോ എന്നാലും മതി, ചെവിയിലുള്ള ലിക്വിഡൊന്ന് മാറിയാൽ മതി. കട്ടിലേ കയറി കിടന്നാൽ ഈ കട്ടിലൊക്കെ കൂടെ കറങ്ങുന്ന പോലെ പോകും. വെർട്ടിഗോ വന്നിട്ടുള്ളവർക്കറിയാം, വന്നിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർമാരുടെ അടുക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഇതാടോ വെർട്ടിഗോ. ഒരു 2 ആഴ്ച വെർട്ടിൻ കഴിക്കുക, പിന്നെ ഒരാഴ്ച വരികയില്ല, പിന്നെ വീണ്ടും 3 ആഴ്ച കഴിക്കുക, പിന്നെ ഒരു 3 ദിവസം വരികയില്ല, പിന്നെ 4 ആഴ്ച കഴിക്കുക, പിന്നെ എന്നും കഴിച്ചു. ഇങ്ങനൊരു പ്രയോഗമുണ്ട്, കേട്ടിട്ടില്ല? ഇത് നമ്മുടെ ചെവിക്ക് അതൊരു ലിക്വിഡ് മാറിയാൽ മതി, മുഴുവൻ കറങ്ങും. നിൽക്കാനൊന്നും പറ്റില്ല. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ മാറും. അതുവരെ നിവർന്നു നിന്നവൻ, വടി പോലെ നിന്നവൻ, പെർപെൻഡിക്കുലാരിറ്റി പോയി ഹൊറിസോണ്ടാലിറ്റിയിലേക്ക് മാറും. വളരെ കേമനൊക്കെയാണ്. പക്ഷെ ഹിസ് പെർപെൻഡിക്കുലാരിറ്റി ഹാസ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു ഹൊറിസോണ്ടാലിറ്റി. ഈ പദവിയിലെത്തും. അങ്ങനൊരു സാധനമുണ്ട്. അപ്പൊ ഭ്രമിക്കുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നുന്നു എന്നതുപോലെ ദേഹേന്ദ്രിയങ്ങളോട് ചേർന്ന് കർത്താവെന്ന് അഭിമാനിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയോടൊക്കെ ചേർന്ന് ഇത് ഞാനാണ് എന്ന് ഭ്രമിക്കുന്ന അഹങ്കാരത്തിന്റെ വ്യാപാരത്തെ പരമാത്മാവിൽ ആരോപിച്ചിട്ട് ജനം മോഹിക്കുന്നത് പോലെയാണ് ഈ ദൃഷ്ടിക്ക് ദോഷം സംഭവിച്ചവന്റെ ഈ മോഹം പോലെയാണ് രാമനെ കർത്താവായും ഭോക്താവായും കാണുന്നത് പാർവതി. നാഹർണരാത്രി സവിതുല്യഥാ ഭവേത് പ്രകാശരൂപാഭ്യഭിചാരത ക്വചിത് ജ്ഞാനം തഥാജ്ഞാനമിതം ദ്വയം മരൗ രാമേ കഥം സത്യതി ശുദ്ധചിത്ഖനി. നാഹർണരാത്രി സവിതുല്യഥാ ഭവേത് പ്രകാശരൂപാഭ്യഭിചാരിത ക്വചിത് ജ്ഞാനം തഥാജ്ഞാനമിതം ദ്വയം ഹരൗ രാമേ കഥം സത്യതി ശുദ്ധചിത്ഖനെ. അപ്പോ ക്വചിത് പ്രകാശരൂപാഭ്യഭിചാരത സവിദുഃ അഹഃ രാത്രീഃ യഥാ ന തഥാ ശുദ്ധചിത്ഖനെ രാമേ ഹരൗ ജ്ഞാനം അജ്ഞാനം ഇതം ദ്വയം കഥം സ്ഥാസ്യതി. മുമ്പ് പറഞ്ഞതിന്റെ ബാക്കിപത്രമാണ്. എങ്ങനെ ഒരു കാലത്തിലും പ്രകാശരൂപത്തിൽ നിന്ന് ഭിന്നിക്കാതിരിക്കുന്നതിനാൽ സൂര്യന് പകലും രാത്രിയും ഏതു പ്രകാരമില്ലയോ? പകലും രാത്രിയും ഒക്കെ ഭൂമിക്കേ ഉള്ളൂ. സൂര്യന് പകലും രാത്രിയില്ല. സൂര്യന്റെ അസാന്നിധ്യം രാത്രിയും സൂര്യന്റെ സാന്നിധ്യം പകലും. പ്രകാശത്തിന്റെ അഭാവം ഇരുട്ട്. അല്ലാതെ ഇരുട്ട് എന്നൊരു പദാർത്ഥം ഇല്ല. പ്രകാശം പദാർത്ഥമാണ്, ദ്രവ്യമാണ്. അറിയാമെന്ന് തോന്നുന്നു. പ്രകാശം ഭാവദ്രവ്യമാണ്. നിങ്ങളതിനെ ഊർജം എന്നും പറയും. ഭാവദ്രവ്യം ദ്രവ്യമാണ് ഊർജമാകുന്നതെങ്കിൽ, ഊർജമാണ് ദ്രവ്യമെങ്കിൽ ദ്രവ്യത്തിന്റെ ഭാവപരതയാണ് ഊർജം. അതുകൊണ്ടത് ഭാവദ്രവ്യമാണ്, അഥവാ ദ്രവ്യം തന്നെയാണ്. അങ്ങനെയാണ് അതിന്റെ തലം. ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇടക്കാലത്ത് ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. ഊർജം വേറെ, ദ്രവ്യം വേറെ. ഇപ്പൊ കുറച്ചുകൂടെ കടന്നിട്ട് പറയുന്നത് ദ്രവ്യം ഊർജമാകും, ഊർജം ദ്രവ്യമാകും എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറെ കാലം
പറഞ്ഞു. പിന്നെ ഇപ്പൊ പറയുന്നത് ഊർജം തന്നെ ദ്രവ്യം, ദ്രവ്യം തന്നെ ഊർജം. ഊർജം ഘനീഭവിച്ചത് ദ്രവ്യം, ദ്രവ്യം ഊർജവാദനം വന്നത് ഊർജം. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഇത് പറയാൻ ഒരുപാട് കാലം എടുത്തു. അവസാനവും ഉള്ള മണ്ടത്തരം മുഴുവൻ കാണാതെ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു. എന്നിട്ട് ശരി അതിന്റെ പൊക്കത്തിൽ വെച്ചാൽ മണ്ടത്തരം മാറിപ്പോകില്ല. അതാണ് ഇതിന്റെ ഗതികേട്. ഒരുപാടെണ്ണം ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാലോ ആദ്യത്തതും കൂടെ ചുമക്കുകയും വേണം. അതിനാണ് ഹിസ്റ്ററി ഓഫ് ഫിസിക്സ്, ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി, ഹിസ്റ്ററി ഓഫ് എഞ്ചിനീയറിംഗ്, ജീവിതത്തിന്റെ മുക്കാൽ. അതുകൊണ്ടാണ് കച്ചവടം പൊടി പിടിക്കുന്നത്, മറ്റതല്ല. തൽക്കാലം ആരെങ്കിലും വിളിച്ചാൽ പോയി ഒരു അടിയടിക്കാനുള്ള സാധനം ഹിസ്റ്ററിയാ. അത് പഠിച്ചിട്ട് വന്നവർ രാമായണം വായിക്കുമ്പോഴും ഹിസ്റ്ററി ഓഫ് രാമ. വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് രാമ? അപ്പോഴാണ് ക്വിസില് മാസ്റ്റർ ചോദിക്കുക, രാമന്റെ അച്ഛനാര്, രാമന്റെ ഭാര്യയാര്, വനത്തിൽ വെച്ച് രാമൻ കണ്ടുമുട്ടിയ ഇനിയും ജീവിതമില്ലാതെ രാമനെ കാത്തിരുന്ന മുനിയാര്? എ ബി സി ഡി. ഓഡിയൻസ് ഈ നമ്പറിലൊക്കെ ഇപ്പൊ രാമായണം പഠിക്കുന്നത്, അതിന്റെ തത്വമല്ല പഠിക്കുന്നത്. അവിടെ ഇത് മുഴുവൻ പഠിച്ചു വെക്കുകയും വേണം, മണ്ടത്തരം മുഴുവൻ പഠിക്കുകയും വേണം. പലപ്പോഴും ഈ ഹിസ്റ്ററി ഡ്രൈ ആണ്. ഹിസ്റ്ററി ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ ഡ്രൈ ആണ്. എന്നാൽ ഇതൊരു ശകലം കയ്യിലുണ്ടെങ്കിൽ തൽക്കാലം ഒരു 2 മണിക്കൂർ പിടിച്ചു നിൽക്കാം. വാട്ട് ഈസ് എക്കണോമിക്സ്? ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഇറ്റ് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞ് തുടങ്ങി. ഇത് തിരിച്ചും മറിച്ച് ഒരു 9 പ്രാവശ്യം പറഞ്ഞ് പതുക്കെ കരുതപ്പാൻ. എക്കണോമിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഊർജവും ദ്രവ്യവും അതിന്റെ തലങ്ങളും ഒക്കെ പ്രകാശത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നോക്കിയാൽ അറിയാം. ആദ്യം പിള്ളേരെ കൊണ്ട് ഉള്ള കാർഡ്ബോർഡെല്ലാം മുറിക്കും, അല്ലേ? എന്നിട്ട് അതുകൂടെ അതിന്റെ നടുക്കൂടൊക്കെ തുളപ്പിക്കും. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെക്കും, ഇപ്പുറത്തുനിന്ന് നോക്കും, വെളിച്ചം കാണും. ഒരു കാർഡ്ബോർഡ് മാറ്റിവെക്കും, കാണുകയില്ലെന്ന് പറയും. വളവിനപ്പുറത്ത് നിൽക്കുന്നവനെ കാണുകയില്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് പറയും പ്രകാശം ഋജുരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് പഠിക്കും. പിന്നെ ഇത് കുത്തിരുന്ന് പഠിക്കും. കോർപ്പസ്കുലർ തിയറി എന്നല്ലേ പറയുന്നത്. കോർപ്പസിൽസാണ്. അതുകൊണ്ടാണ് മുറിക്കകത്തൂടെ വെളിച്ചം വന്നു വീണ് പതിക്കുമ്പോ പ്രകാശം ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കും. കോർപ്പസിൽസ് ആയതുകൊണ്ടാണ് പറമ്പിൽ വീഴുന്ന പ്രകാശം അതിന്റെ കണങ്ങളായി മുറിയിലേക്ക് വരുന്നതിന്റെ പേരിലാണ് അടച്ചിട്ട മുറിയിലും വെളിച്ചം കിട്ടുന്നത് എന്നല്ലേ. മോളിക്യൂളർ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അതിന്റെ പേരിലാണ് നമ്മുടെ സി വി രാമനും അവിടെ ചെന്നൊരു നോബൽ സമ്മാനം അടിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞ് ഒരു പ്രീ-ഡിഗ്രി ലെവലിൽ എത്തുമ്പോഴേക്ക് ഇത് മുഴുവൻ പരമാബദ്ധമാണെന്ന് പഠിക്കും. ഇതൊക്കെ ആദ്യം അങ്ങ് പഠിപ്പിച്ചിട്ടാണ്, പഠിപ്പിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി അതിന്റെ ഡിഗ്രിയും തന്ന് അത് മനസ്സിൽ നിന്ന് മായാത്ത വിധമായി കഴിയുമ്പോഴാണ് നൗ കംസ് ക്രിസ്ത്യൻ ഹൈഗൻസ് വിത്ത് ഹിസ് റൊട്ടേറ്റിംഗ് മിറർ മെത്തേഡ്, വേവ് തിയറി ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോ അവിടെ വരുമ്പോ വേവ് തിയറിയാ. ഇനി ഇതും കാണാതെ പഠിക്കാം. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരുമാതിരി രണ്ടും കെട്ട അവസ്ഥയിലെത്തുമ്പോ ഡിഗ്രിയായി. മറിച്ച് ഒരെണ്ണം തെറ്റാണെന്ന് കണ്ടാൽ, അത് ശാസ്ത്രസമ്മതമായാൽ, എന്തിനത് പഠിപ്പിക്കാൻ കുറെ പേരും അത് പഠിച്ച് സമയം കളയാൻ കുറെ പേരും. ആ സമയമെങ്കിലും ലാഭിക്കാം. വിദ്യാഭ്യാസത്തിൽ അത്ര പോലും ശ്രദ്ധിക്കാത്തവരാണ് വിദ്യാഭ്യാസ വിചക്ഷണങ്ങൾ.
ഇങ്ങനെ ആലോചിച്ച് നോക്കണ്ട. പക്ഷെ പ്രകാശത്തെക്കുറിച്ചും മറ്റുമുള്ള പ്രാചീനന്റെ പഠനങ്ങൾ, അത് ദൃഷ്ടാന്തത്തിലും മറ്റും തരുമ്പോഴുള്ള പഠനങ്ങൾ, പ്രകാശത്തിന്റെ അഭാവമാണ് ഇരുട്ട്. ഇരുട്ടൊരു ദ്രവ്യമല്ല. അതുകൊണ്ട് ആ പ്രകാശരൂപത്തിൽ നിന്ന് അഭിന്നനായി അവ്യഭിചാരിയായി ഇരിക്കുന്നതിനാൽ സവിതുഹു സൂര്യന് അഹ പകലും രാത്രിയും ഏതു പ്രകാരമില്ലയോ. ആ ഉപമയാണ് ഗംഭീരം. ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഉപമ കൊണ്ടാ പറയുന്നത്. പാർവതി ചോദിച്ച പോലെ തന്നെ പറയുന്നത്. അല്ലാതെ സാധാരണക്കാരനോട് പറയുമ്പോ പ്രകാശവും അതിന്റെ ഊർജവും ഊർജസ്രോതസ്സും അതിന്റെ രണ്ട് ഇക്വേഷനും ഒന്നും വേണ്ടത് പഠിക്കാൻ. ഏതു പ്രകാരമില്ലയോ അപ്രകാരം ശുദ്ധചിത്ഖനെ, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയിലൊന്നും താതാത്മ്യപ്പെടാത്ത പരിശുദ്ധജ്ഞാനമൂർത്തിയായ ശുദ്ധചിത്ഖനമായ ശുദ്ധചിത്ഖനെ ഹരൗ ഹരിയിൽ രാമനിൽ ജ്ഞാനം അറിവ്, അജ്ഞാനം അറിവില്ലായ്മ, ഇതം ദ്വയം ഇത് രണ്ടും കഥം സ്ഥാസ്യതി എങ്ങനെ സ്തുതി ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും അറിവോ അറിവില്ലായ്മയോ രാമനിൽ സ്ഥിതി ചെയ്യുന്നില്ല. രാമൻ ഉഭയാതീതനാണ് എന്ന് ഗംഭീരായി പറയാം. വീണ്ടും തസ്മാത് പരാനന്ദമയേ രഘുത്തമേ വിജ്ഞാനരൂപേഹിന വിദ്യതേ തമഃ അജ്ഞാന സാക്ഷിണ്യരവിന്ദലോചനെ മായാശ്രയത്തന്നഹി മോഹകാരണം. തസ്മാത് പരാനന്ദമയേ രഘുത്തമേ വിജ്ഞാനരൂപേഹിന വിദ്യതേ തമഃ അജ്ഞാന സാക്ഷിണ്യരവിന്ദലോചനെ മായാശ്രയത്വന്നഹി മോഹകാരണം. തസ്മാത് അത് ഹേതുവായിട്ട്, മുമ്പ് പറഞ്ഞ അത് ഹേതുവായിട്ട് പരാനന്ദമയേ പരമാനന്ദമൂർത്തിയും വിജ്ഞാനരൂപേ വികല്പമില്ലാത്തതായ ജ്ഞാനമാകുന്ന രൂപത്തോടു കൂടിയവനും അജ്ഞാന സാക്ഷിണി അജ്ഞാനത്തിന്റെ സാക്ഷിയുമായ രഘുത്തമേ ഉത്തമ രഘുവിൽ ശ്രീരാമനിൽ തമാ അജ്ഞാനം ന വിദ്യതേ ഇല്ല. മായാശ്രയത്വ മായയുടെ ആശ്രയമായിരിക്കുന്നവൻ എന്ന ഹേതുവായിട്ട് മോഹകാരണം നഹി, മോഹത്തിന് കാരണവുമില്ല, അജ്ഞാനത്തിന് കാരണവുമില്ല. അപ്പൊ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരായി. രാമൻ കരഞ്ഞോ, രാമനിൽ അജ്ഞാനം ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചതിന് അത്രതേ കഥയിഷ്യാമി രഹസ്യമതിദുർലഭം സീതാരാമമലുസൂനു സംവാദം മോക്ഷസാധനം. ഇത്രയാണ് ആ ഫ്ലാഷ് ബാക്ക്. അപ്പൊ നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഹിമവൽ പ്രാന്തത്തില് കൈലാസാചലത്തില് 100 കോടി സൂര്യ പ്രഭയോടുകൂടിയ ആ മന്ദിരത്തില് ഇരിക്കുന്ന ധ്യാനനിരതനായ സമാധിഗതനായ ശിവന്റെ വാമാംഗസ്ഥിതയായ പാർവതി ശിവനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് സ്പഷ്ടമായി ശിവൻ ഉത്തരം പറയുന്നതും നാം കണ്ടു. ഈ ഉത്തരത്തെ തുടർന്ന് സീത രാമ മരു സംവാദം ആദ്യം പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണമായ 4200 ശ്ലോകങ്ങളിൽ കിടക്കുന്ന അധ്യാത്മ രാമായണത്തെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാണ് നാം കാണുന്ന രാമായണ ചട്ടക്കൂട്. ഇങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളതും. അതില്
രാമൻ ഇതൊന്നുമല്ല, രാമൻ ഏകവും അദ്വയവുമായ ബ്രഹ്മം തന്നെയാണ് എന്ന് ശിവൻ തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അത് രാമായണത്തിൽ നിന്ന് സ്പഷ്ടമാക്കുന്നത്. അതിനുവേണ്ടിയാണ് സീത രാമ ഹനുമ സംവാദം. ആ സംവാദത്തില് ഒടുവില് സാക്ഷാൽ ശ്രീരാമൻ ആഞ്ജനേയന് ഉപദേശിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള രാമഹൃദയം എന്ന മന്ത്രം. ഇതൊക്കെ മന്ത്രത്തിന്റെ പുറംചട്ടയാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതെല്ലാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതറിയണം. കാരണം അത് ശബ്ദം കൊണ്ട് മന്ത്രസമന്വിതമായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രാമകഥയൊക്കെ വികലമാണ്. അതുകൊണ്ട് മന്ത്രം നമുക്ക് കിട്ടുകയില്ല, മന്ത്രാർത്ഥം അറിയുകയുമില്ല. നമുക്കൊരായിരം സംശയങ്ങളുണ്ട് രാമനെ കുറിച്ച്. രാമായണം വായിച്ചും വായിക്കാതെ, രാമായണം വായിക്കാതെ രാമായണ വിചാരം ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഭാരതീയരുടെ ഒരു പ്രത്യേകത. ഭാരതീയർക്ക് മാത്രമുള്ള പ്രത്യേകത. സാഹിബിന് ഇത്രയും കുഴപ്പമില്ല. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അത് വളരെ രസമാണ്. ഇന്ന് ഒരിടത്തൊരു പ്രഭാഷണമുണ്ട് തിരുവോണത്തെ കുറിച്ചാണ്. ഓണത്തിന് പ്രസംഗിക്കാൻ പോവാണ്. നാളെ രാവിലെ 8 മണി, അതായത് ഇന്ന് രാവിലെ 8 മണിക്കാണ്. ഇന്നലെ രാത്രി 12 മണി. 12 മണി ആയപ്പോഴാണ് ഒരാളെ പരിചയമുള്ള വേറൊരാളുടെ മൊബൈലിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ഈ മഹാബലി 3 ലോകങ്ങളും ഭരിച്ച ആളാണ്, കേരളം ഭരിച്ചിട്ടുണ്ടോ? കാര്യമായിട്ടാണ്. നാളെ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ളതാണ്. ആരാണ് മഹാബലി? എവിടെയാണ് ഇയാളെ പറ്റിയുള്ള റെഫറൻസ്? ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നത്? ഒന്നും വേണ്ട, നാളെ പോകാൻ കുറെ സാധനങ്ങൾ കൈവേണം. അത്യാവശ്യം വീട്ടിൽ മുഴുവൻ തപ്പി. പൂമ്പാറ്റ ചിത്രകഥയിലൊന്നും മഹാബലിയെ കിട്ടിയില്ല. അത്രയും മതി. ഒരു പൂമ്പാറ്റ ഉണ്ടായാൽ മതി. 2 മണിക്കൂറിനുള്ള സാധനം റെഡിയാണ്. കയറി നിന്ന് മന്ത്രിമാരും ഒക്കെ ഇരിക്കുമ്പോൾ മന്ത്രി എങ്ങനെയാണ് ആദ്യം ഒരു ചോദ്യം ചോദിക്കും, $1 മില്യൺ ചോദ്യം, ആരാണ് ഈ മഹാബലി? അപ്പൊ തന്നെ ആളുകളൊക്കെ ഇങ്ങട്ട് പിന്നൊരു 10-15 ചോദ്യങ്ങൾ ഇതിനെ തുടർന്നങ്ങ് ചോദിക്കും. അനുയായികൾ അതിനിടയിൽ ബലേഭേഷ് എന്ന് പറയും, എതിരാളികൾ അതിനിടെ കൂവും. 2 കഴിഞ്ഞ് പോരും. ഇത്രയൊക്കെ അറിയാൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് വായിച്ചും വായിക്കാതെയും രാമായണം നമുക്കറിയും. അത്യാവശ്യം രാമായണമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മുഴുവൻ രാമായണവും വായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു രാമായണം, വാൽമീകി രാമായണം, അധ്യാത്മരാമായണം മൂലം, ആനന്ദരാമായണം, അത്ഭുത രാമായണം, യോഗരാമായണം, കാളിദാസ രാമായണം, വാസിഷ്ഠ രാമായണം, രാമായണം ഒരുപാടുണ്ട്. അതിന്റെയൊക്കെ മലയാള വിവർത്തനങ്ങളും ഹിന്ദി വിവർത്തനങ്ങളും തമിഴ് വിവർത്തനങ്ങളുമായി സ്വതന്ത്രങ്ങളും അസ്വതന്ത്രങ്ങളുമായി ഒരുപാടെണ്ണം പേര്. ഇവയ്ക്കൊക്കെ തമ്മിൽ ഈശദ്ഭേദമുണ്ട്. അധ്യാത്മരാമായണം മൂലത്തിൽ നിന്ന് വളരെ ദൂരെയാണ് തുളസീദാസന്റെ രാമായണം. മൂലത്തിന്റെ തർജ്ജമയാണ്. പക്ഷെ തുളസീദാസൻ അതിനെ ഭക്തിയിലൂടെ ആഞ്ഞു കൊണ്ടുപോയിരിക്കുകയാണ്. എഴുത്തച്ഛന്റെ രാമായണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അധ്യാത്മരാമായണത്തിന്റെ തനിപ്പകർപ്പല്ല. നമ്മൾ ഈ പലരും ധരിച്ചിരിക്കുന്ന എഴുത്തച്ഛന്റെ രാമായണവും വാൽമീകി രാമായണവും ഒന്നാണെന്നാണ്. അല്ല, വാൽമീകിയുമായി എഴുത്തച്ഛന്റെ രാമായണത്തിന് കാര്യമായ ബന്ധമില്ല. അധ്യാത്മരാമായണം മൂലവുമായാണ് ബന്ധമുള്ളത്. മൂലത്തിലെ പല കാര്യങ്ങളും എഴുത്തച്ഛൻ കളഞ്ഞിട്ടുണ്ട്. കൈകേയിയും രാമനും തമ്മിലുള്ള ഒരു
സംഭാഷണം വനത്തിലുണ്ട്. അത് എഴുത്തച്ഛൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് എഴുത്തച്ഛൻ തർജ്ജമ ചെയ്താൽ രാമന്റെ വനവാസത്തിന് കാരണക്കാരിയായ കൈകേയിയെ 10 ചീത്ത വിളിക്കാൻ പറ്റൂല. മൂലത്തിലുണ്ട്, എഴുത്തച്ഛന്റെ ഇതിലില്ല. വനത്തിലേക്ക് പോകുമ്പോ കൈകേയി കൂടെ പോകുന്നുണ്ട്, ഓർമ്മയില്ല. അതൊക്കെ എഴുത്തച്ഛൻ തള്ളിക്കളഞ്ഞു. നല്ല ഹ്യൂമറുകളുണ്ട് അധ്യാത്മരാമായണ മൂലത്തിൽ. എഴുത്തച്ഛൻ അതൊക്കെ ഭക്തിക്ക് ചേരാത്തതായതുകൊണ്ട് അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അത് ഭക്തിയിൽപ്പെട്ടതല്ല. രാമൻ തന്നെ കൗശിക മുനിയുടെ ആശ്രമത്തിൽ യാഗരക്ഷ കഴിഞ്ഞ് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു കഴിഞ്ഞ് അഹല്യയുടെ കല്ലായി കിടക്കുന്ന അഹല്യയെ പാദം കൊണ്ട് സ്പർശിച്ച് അഹല്യയ്ക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞ് കൗശിക മുനിയോടുകൂടി ജനകന്റെ വിദേഹ രാജധാനിയിലേക്ക് കടക്കുമ്പോൾ ഒരു തോണിക്കാരൻ രാമനെ തോണി കടത്തുന്നുണ്ട്. ചിലരിത് എവിടുന്നെങ്കിലും രാമായണ സർഗത്തിൽ നിന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ട് നോട്ട് കുറിക്കും. എന്നിട്ടിത് ഗുഹൻ തോണി കടത്തിയതാണ് ആകെ നമുക്കറിയുന്ന തോണി. മനസ്സിലായില്ല. വേറൊരു തോണി നമുക്ക് എഴുത്തച്ഛന്റെ രാമായണം വായിച്ച ഓർമ്മയില്ല. ആകെ ഒരു തോണിയുള്ളത് വനത്തിലേക്ക് കിടക്കുമ്പോഴാണ്. അവിടെ ചേർത്ത് വെച്ച് കഴിക്കും. അവിടെയല്ല സംഭവം നടക്കുന്നത്. ശരിക്കും അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു കഴിഞ്ഞ് രാമൻ കൗശിക മുനിയോടുകൂടി ഒരു തോണിക്കാരൻ നൗക കൊണ്ട് നിർത്തുമ്പോ രാമൻ കാലങ്ങ് വെക്കാൻ തുടങ്ങും. പറ്റില്ലാന്ന് പറയും. ക്ഷളയാമി തവ പാദപങ്കജം നാഥ ദാരുദൃശദോഖിമന്തരം മാനുഷീകരണാചൂർണമസ്മിതേ അവയോരിതി കഥപ്രതീയസി. നാഥ നിക്ക് കാലത്തെ തൊണ്ട, എന്റെ തോണിയെ കാലുവെക്കാൻ പറ്റട്ടെ, ഞാൻ ആ കാലൊന്ന് കഴുകട്ടെ. ക്ഷളയാമി തവപാദപങ്കജം നാഥ ദാരുദൃശദോഖിമന്തരം. കല്ലും മരവും തമ്മിൽ എന്താ നാഥ ഭേദം? അങ്ങ് കല്ലെ തൊട്ട് അങ്ങയുടെ കാലിൽ മാനുഷീകരണ ചൂർണം എന്ന് പറഞ്ഞൊരു പൊടി പറ്റിയിരിക്കുന്നു. അങ്ങീ നടക്കുമ്പോ അങ്ങയുടെ കാലിലൊക്കെ ഒരു പൊടിയുണ്ട്, ഞങ്ങളുടെ കാലിലൊക്കെ മണ്ണും പൊടിയൊക്കെയാണ്. അങ്ങയുടെ കാലിലുള്ള പൊടിക്കൊരു കുഴപ്പമുണ്ട്. അത് കല്ലിനെ സുന്ദരിയായ ഒരു സ്ത്രീയാക്കുന്നതാണ്. കല്ലും തടിയും തമ്മിൽ വലിയ ഭേദമില്ല. എന്റെ വള്ളത്തേലേക്ക് വെച്ച് ഇതൊരു സുന്ദരിയായ വീട്ടിലൊരുത്തിയുണ്ട്, അതിന്റെ കൂടി ഇതിനൂടെ ചെലവിന് കൊടുക്കണം. അതുകൊണ്ട് അവിടെ നിൽക്കുക, ഞാൻ കാല് കഴുകിയിട്ട് ഇനി വെച്ചാൽ മതി. നാളാരാണ് സാധനം. ഇങ്ങനൊരു തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അധ്യാത്മരാമായണകാരൻ വ്യാസൻ. ഇങ്ങനെയുള്ള നല്ല പൊടിക്കൈകളും ചിലയിടത്തൊക്കെ ഉണ്ട്. അതൊക്കെ എഴുത്തച്ഛൻ കളഞ്ഞു. അതൊന്നും ഭക്തിക്ക് ചേർന്ന സാധനമല്ലാന്ന് എഴുത്തച്ഛന് തോന്നിയത് കൊണ്ട് എഴുത്തച്ഛൻ അതൊക്കെ കളഞ്ഞ് സംഗ്രഹീതമായി ചെയ്ത തർജ്ജമയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അധ്യാത്മരാമായണം മൂലത്തിന്റെ അതേപടിയുള്ളതല്ല. രാമഗീത ഒട്ടും അതിലില്ല. രാമഗീത എഴുത്തച്ഛൻ വിട്ടു. അധ്യാത്മരാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധ സന്ദർഭങ്ങളിൽ ഒന്നാണ് രാമഗീത. രാമഗീത എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിരുന്നുവെങ്കിൽ മലയാളികളുടെ മനസ്സിൽ സീതാ പരിത്യാഗം ഒരു കറയായി കിടക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് രാമായണത്തിലെ കഥ വല്ല ചിത്രകഥയിൽ നിന്നും വായിച്ചിട്ട് നിങ്ങളുടെ സാഹിത്യ നായികമാർ കർക്കിടക മാസം വരുമ്പോഴേക്ക് ചിലടത്ത് കയറി നിന്നങ്ങ് പ്രസംഗിക്കും. ചെങ്കോല് വലിച്ചെറിഞ്ഞ് തന്റെ പ്രാണപ്രയസിയോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെയാണ് ഞാൻ രാജ്യലക്ഷ്മിക്ക് വേണ്ടി സീതയെ പരിത്യജിച്ച രാമനേക്കാൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം പെണ്ണുങ്ങളോ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടാവും. ഇത് വായിക്കാതെയാണ്, പഠിക്കാതെയാണ്. രാമായണം വായിക്കാതെയും പഠിക്കാതെയും ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത്യാവശ്യം പോയൊരു പരിപാടി നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. മറിച്ച് ശ്രദ്ധാപൂർവം പഠിച്ച രാമായണത്തിന് വ്യക്തതയുള്ള ഒരു ചട്ടക്കൂടുണ്ട്. രാമായണം ആരംഭിക്കുന്ന അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് തന്നെ പരമേശ്വരനും പാർവതിയും ആദിപിതാക്കൾ തമ്മിലുള്ള സംഭാഷണത്തിലാണ്. അതിലെ ചുറ്റുവട്ടമാണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി അതിലെ രഹസ്യം. നീ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഗൂഢമായ വിദ്യ
അത്യന്തഗോപനീയമായ വിദ്യ. അത് നീ എന്നോട് ചോദിക്കേണ്ടായി. മോക്ഷസാധനമായ അതിനെ ഞാൻ പറയാം. സീതാരാമ ഹനുമത് സംവാദം, മരുത്സൂനു സംവാദം. സീതാരാമ മരുത്സൂനു സംവാദം. സീതാരാമൻ ഹനുമാൻ ഇവർ തമ്മിൽ ചെയ്ത സംഭാഷണ രൂപവും അതിരഹസ്യവും അത്യന്തഗോപ്യവും ദുർലഭം, ലഭിപ്പാൻ പ്രയാസമുള്ളതുമായ മോക്ഷസാധനത്തെ തേ നിനക്കായിക്കൊണ്ട് കഥയിഷ്യാമി, ഞാൻ കഥിക്കുന്നു. നീ ചോദിച്ച ഏറ്റവും പ്രശസ്തവും ഏറ്റവും സുന്ദരവുമായ ചോദ്യം അതാണ്. നീ 3 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിൽ 2 ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തത്, രാമൻ എങ്ങനെയാണ് ബ്രഹ്മമാവുക, ഈശ്വരനാണെങ്കിൽ കരയുന്നത് എന്തുകൊണ്ട്, അതിനൊക്കെ ഉത്തരം പറഞ്ഞു. ഇനി നീ ചോദിച്ച രാമരഹസ്യം, ലോകതത്വം, അത് ഞാൻ 3 പേരടങ്ങുന്ന സംഭാഷണത്തിൽ നിന്ന് നിനക്ക് പറഞ്ഞുതരാം. ഇവിടെയാണ് പരമേശ്വരൻ പാർവതിക്ക് രാമരാവണ യുദ്ധം കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞുള്ള വൃത്താന്തത്തെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. അതിനാണല്ലോ നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് സിനിമയിലൊക്കെ ഈ സങ്കേതം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് IV ശശിയുടെയൊക്കെ സ്വന്തം സാധനമാണെന്നാണ് വിചാരിച്ചത്. ഇതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവത്ഗീതയും ഇങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മഹാഭാരത യുദ്ധം 10 ദിവസം കഴിഞ്ഞ് 10ാം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിൽക്കുന്ന അർജുനനാൽ ഭീഷ്മർ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നുവെന്ന് ആ സഞ്ജയൻ ഓടിവന്ന ധൃതരാഷ്ട്രനോട് പറയുമ്പോൾ ധൃതരാഷ്ട്രൻ വിലപിച്ചുകൊണ്ട് മഹാഭാരത യുദ്ധ സന്ദർഭത്തെ മുഴുവൻ പറയാൻ ആവശ്യപ്പെട്ട് ആദ്യം മുതൽ പറയുന്നതാണ്. അവിടെ ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 10 ദിവസത്തെ യുദ്ധവും കഴിഞ്ഞ് ആണ് സഞ്ജയൻ ഓടി വന്ന് ധൃതരാഷ്ട്രനോട് പറയുന്നത്. അല്ലാതെ ധൃതരാഷ്ട്രനും സഞ്ജയനും അടുക്കായിരുന്നു. ഞങ്ങൾ സ്വാമിമാര് പോലും ചിലപ്പോൾ അടിച്ച് പൊളിച്ചു കൊടുക്കുക. കാരണം സഞ്ജയൻ ജീവിയാണ്, അന്ന് ജീവി ഉണ്ടായിരുന്നു. റണ്ണിങ് കമന്ററി എന്ന് പോലും അല്ല പറയുന്നത്, സഞ്ജയൻ തന്നെയാണ് ജീവി. ധൃതരാഷ്ട്രൻ സഞ്ജയനിലേക്ക് അങ്ങ് നോക്കിയപ്പോൾ ആ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു വന്നതാണ് ഇതെല്ലാം. യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം ഇവിടെ നിന്ന് അപ്പപ്പ കാണുകയാണെന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഗീതയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആമുഖം പറയുന്നത്. ഞങ്ങൾ പോലും മഹാഭാരതം വായിച്ചിട്ടില്ല. ഒരാളാദ്യം ഇങ്ങനെ എന്തെങ്കിലും പറയും ഗീതയുടെ ആമുഖത്തിൽ, അത് ഗംഭീരമാണെന്ന് തോന്നും, അത് കാണാൻ പഠിക്കും, അടുത്തയാളും പറയും, അതിനടുത്തയാളും പറയും. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളെങ്കിലും വീട്ടിൽ ചെന്ന് ഇങ്ങനൊരു പൊത്തനമുണ്ടോ, ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഒട്ട് നോക്കുകയില്ല. ഇനി ആരെങ്കിലും ഇത് വായിച്ചിട്ട് പറഞ്ഞാൽ അവനോട് ദേഷ്യവും വരും, കടുത്ത രോഷവും വരും. കാരണം നിങ്ങൾ എത്ര ഇഷ്ടിക ചുമന്നതാണ്. ആ രാമൻ ചരിത്രമല്ല തത്വമാണെന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ തല്ലാതെ വിടുവോ? ഇല്ല. കഴിയുന്നത് അവിടെ കിടന്നിട്ട് അവിടുത്തെ ആളുകൾ മൂത്രമൊഴിക്കുകയാണെങ്കിലും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ചുമന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് സഹിക്കില്ല. കാരണം രാമൻ നിങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. രാമനെ ഭാവങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി ആ രാമനെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനാവില്ല. പക്ഷെ അധ്യാത്മരാമായണത്തിലെ രാമൻ അത് ഈ രാമനല്ല. ആ രാമൻ വളരെ ഗംഭീരനാണ്. അപ്പൊ അതുകൊണ്ട് ഈ പശ്ചാത്തലം മുഴുവൻ കേട്ടിട്ട് സീത രാമ മരുത്സൂനു സംവാദം ഈ 4 പേരോട് ചേർത്ത് വെച്ച് പഠിക്കണം.